ഹലോ. അപ്പോൾ എല്ലാവർക്കും തിരുവോണദിന ആശംസകൾ. ഇപ്പോൾ രാവിലെ തന്നെ ഇതാ ഞങ്ങൾ അമ്പലത്തിൽ വന്നതാണ് കേട്ടോ. പാവപ്പാറ അമ്പലത്തിലാണ് വന്നത്. ഞാനും ജിഗനേട്ടനുമാണ് വന്നത്. പാലൂസിന് പനിയായിരുന്നു, അതുകൊണ്ട് അവളെ കൂട്ടിയിരുന്നില്ല. എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നത് പോലെ തന്നെ പാവപ്പാറ അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. പാവപ്പാറ അമ്പലത്തിലിട്ട് പോവാണ് ഇത്. പിന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള തറേൻ്റെ അടുത്തും കൂടെ വന്ന് പ്രാർത്ഥിച്ച് വല്യച്ഛൻ്റെ വീട്ടിലായിരുന്നു ഈ ഓണം ഉണ്ടായിരുന്നത്. ഓരോണം വീട്ടിലും ഓരോണം വല്യച്ഛൻ്റെ വീട്ടിലുമാണ് ഉണ്ടാവാറ്. അതേപോലെ ഇന്നും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നേരെ അമ്പലത്തിലേക്ക് പോയി ഇങ്ങോട്ടേക്കാണ് വന്നത്. ഇവിടെ സദ്യയായിരുന്നു കേട്ടോ ഇന്നുണ്ടായിരുന്നത്. അപ്പം എല്ലാത്തരം വിഭവങ്ങളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 1:30-2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള തിരക്കാണ് കേട്ടോ. പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട് വരുന്നുണ്ടായിരുന്നു, ഫ്രണ്ടും വൈഫൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഓണം കൂടാനായിട്ട് ഞങ്ങളുടെ കൂടെ. അപ്പം സദ്യയാണ്. അപ്പം നിങ്ങൾ ഓണം ആഘോഷിക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ? ഓണപരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പം നിങ്ങളുടെ ഓണം എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നല്ല അടിപൊളി പ്രഥമനും സദ്യയൊക്കെ കൂട്ടി നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പം എല്ലാവർക്കും ഒന്നും കൂടെ ഓണാശംസകൾ. അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.